ഹായ് കൂട്ടുകാരെ, എല്ലാവരും സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? മടി പിടിച്ചിരിക്കുന്നവരുണ്ടോ സ്കൂളിൽ പോകാനും പഠിക്കാനും ഒക്കെ ആയിട്ട്? എന്നാൽ ആ മടിയുടെ ഒന്നും ആവശ്യമല്ല. നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനത്തെ എക്സാം ആകുമ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ ഓണം പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ എന്ന് തുടങ്ങിയ പരീക്ഷകളിലും ക്ലാസ് ടെസ്റ്റിലൊക്കെ നമുക്ക് ഉയർന്ന വിജയം കൈവരിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ തയ്യാറാവണം. ഇപ്പൊ ക്ലാസ് ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പം ഇപ്പോഴേ നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. മിസ്സിന്റെ പേര് കൃഷ്ണപ്രിയ എന്നാണ്. അപ്പൊ നമുക്ക് 8ാം ക്ലാസ് കെമിസ്ട്രിയിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാലോ. ഓക്കെ, അപ്പം സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സിമ്പിൾ ആയിട്ട് നമ്മളിപ്പം ഒരു സാൾട്ട് സൊല്യൂഷൻ എന്നൊക്കെ പറയാം. ഈ സാൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാൾട്ടും അതേപോലെ വാട്ടറും കൂടെ കൂടി ചേർന്നതല്ലേ? സാൾട്ടും വാട്ടറും കൂടെ കൂടി ചേർന്നതാണ് എന്ത്? സാൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പം ഇങ്ങനെയുള്ള സൊല്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇങ്ങനെയൊരു ടേബിള്. സൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂവൻസ്, സ്റ്റേറ്റ് ഓഫ് ദി സൊല്യൂട്ട്, സ്റ്റേറ്റ് ഓഫ് ദി സോൾവെന്റ്, സ്റ്റേറ്റ് ഓഫ് ദി സൊല്യൂഷൻ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ബ്രാസ് ആണ് കൊടുത്തേക്കുന്നത് അല്ലെ? ബ്രാസ് എന്ന് പറയുന്ന സമയത്ത് സിങ്കിന്റെയും കോപ്പറിന്റെയും മിക്സ്ചർ ആണ് അല്ലെ? സിങ്കും കോപ്പറും കൂടെ കൂടി ചേർന്നാലാണ് നമുക്ക് ബ്രാസ് കിട്ടുക. അപ്പൊ ഈ ബ്രാസില് സിങ്ക് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ് അല്ലെ? ഈ സിങ്ക് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്. കോപ്പർ എന്ന് പറയുന്നതും സോളിഡ് സ്റ്റേറ്റിലാണ് അല്ലെ? രണ്ടും സോളിഡ് സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റേറ്റ് ഓഫ് സൊല്യൂട്ടും സ്റ്റേറ്റ് ഓഫ് സോൾവെന്റും സോളിഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ബ്രാസിന്റെ കേസിൽ സ്റ്റേറ്റ് ഓഫ് സൊല്യൂട്ടും സ്റ്റേറ്റ് ഓഫ് സോൾവെന്റും എന്താണ്? സോളിഡ് ആണ്. രണ്ടും സോളിഡ് ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സോളിഡ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സോൾട്ട് സൊല്യൂഷൻ ആണ്. സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് നോക്കിക്കേ, ഇവിടെ സോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് ആണ് അല്ലെ? അതാണ് എന്ത്? സൊല്യൂട്ട്. എന്താണോ ആഡ് ചെയ്യപ്പെടുന്നത് അതാണ് സൊല്യൂട്ട്. എന്തിലേക്കാണോ ആഡ് ചെയ്യുന്നത് അതാണ് സോൾവെന്റ്. അപ്പൊ എന്താണോ നമുക്ക് അത് രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ കിട്ടുന്നത് അതാണ് സൊല്യൂഷൻ. അപ്പൊ ഇവിടെ നോക്കിക്കേ, സാൾട്ട് സൊല്യൂഷനിൽ സാൾട്ട് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്. വാട്ടർ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ് അല്ലെ? അപ്പൊ നമ്മൾ ഈ സോളിഡ് ആയിട്ടുള്ള സാൾട്ടിനെ ലിക്വിഡ് ആയിട്ടുള്ള വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സാൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് കിട്ടുന്നത്. അപ്പൊ നോക്കിക്കേ, സ്റ്റേറ്റ് ഓഫ് സൊല്യൂട്ട് എന്താ? സൊല്യൂട്ട് ഇവിടെ സാൾട്ട് ആണ്. അതിന്റെ സ്റ്റേറ്റ് എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ആണ് അല്ലേ? സ്റ്റേറ്റ് ഓഫ് സോൾവെന്റോ? സോൾവെന്റ് ആയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് വാട്ടർ ആണ് അല്ലെ? അപ്പൊ വാട്ടറിൻ്റെത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അപ്പം നമുക്ക് സ്റ്റേറ്റ് ഓഫ് സോൾവെന്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ആയിട്ട് പറയാനായിട്ട് പറ്റും. പിന്നെ സ്റ്റേറ്റ് ഓഫ് സൊല്യൂഷൻ നോക്കിക്കേ, സ്റ്റേറ്റ് ഓഫ് സൊല്യൂഷൻ ഇവിടെ ലിക്വിഡ് തന്നെയാണ് കൊടുത്തേക്കുന്നത് അല്ലെ? സ്റ്റേറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. സോളിഡും ലിക്വിഡും കൂടെ ചേർന്നിട്ട് നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് കിട്ടുന്നത് അല്ലെ? സാൾട്ടും വാട്ടറും കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ സാൾട്ട് സൊല്യൂഷൻ കിട്ടും. അപ്പൊ സാൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിലാണ്. അടുത്തത് സോഡ വാട്ടർ ആണ്. സോഡ വാട്ടർ നോക്കിയേ, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ കൂടി ചേർന്നാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സോഡ വാട്ടർ കിട്ടുന്നത്. ഇവിടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഗേഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലെ? വാതകാവസ്ഥയിലുള്ളതാണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ വാട്ടറിൽ ലയിപ്പിക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സോഡ വാട്ടർ കിട്ടുന്നത്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഗേഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ ഗേഷ്യസ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിൽക്കുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് വാട്ടറിലേക്ക് ലയിപ്പിക്കുക. വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് ഫോം ആണ് അല്ലേ? ലിക്വിഡ് ഫോം ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സോഡ വാട്ടർ എന്ന് പറയുന്നത് എന്ത് ഫോമിലാണ്? ലിക്വിഡ് ഫോമിലായിട്ടുള്ള അതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സോഡ വാട്ടർ കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഗേഷ്യസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ലിക്വിഡ് ആയിട്ടുള്ള വാട്ടറിലേക്ക്
ഡിസോൾവ് ചെയ്യിക്കുന്ന സമയത്ത് നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള സോഡ വാട്ടർ ആണ് കിട്ടുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ് ഓർത്ത് വെക്കുക. ലാസ്റ്റ് വൺ ആണ് എന്ത്? മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ. മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ. കുറച്ച് ആൽക്കഹോൾ എടുത്ത് വാട്ടറിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ആൽക്കഹോൾ എന്ത് സ്റ്റേറ്റ് ആണ്? ലിക്വിഡ് സ്റ്റേറ്റ് ആണ് അല്ലേ? ഈ ആൽക്കഹോള് വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോൾ വാട്ടറും എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. വാട്ടറും ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ലിക്വിഡും കൂടെ കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത് ലിക്വിഡ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പം ഓരോ സോൾവെന്റും ഓരോ സൊല്യൂട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷൻ ലിക്വിഡ് ഫോം ആണെന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം അതിന്റെ സ്റ്റേറ്റ് ഓഫ് സൊല്യൂട്ടും സ്റ്റേറ്റ് ഓഫ് സോൾവെന്റും എന്താണെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ? ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് ദ സൊല്യൂട്ട്. എമൗണ്ട് ഓഫ് ദ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് സോൾവെന്റ്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് സാൾട്ട് സൊല്യൂഷൻ എക്സാമ്പിൾ ആക്കി എടുക്കാം. ഇപ്പൊ നമ്മൾ സോൾവെന്റ് ആയിട്ട് വാട്ടർ എടുത്തു അല്ലെ, സോൾവെന്റിലേക്ക് സൊല്യൂട്ട് ആയിട്ടുള്ള സാൾട്ട് ആഡ് ചെയ്യാണ്. അപ്പം ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, അപ്പം എമൗണ്ട് ഓഫ് സാൾട്ട് ആ ഒരു വാട്ടറിൽ എത്രത്തോളം ഡിസോൾവ് ആകുമോ അതിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സാൾട്ട് സൊല്യൂഷൻ ആണെങ്കിൽ ഈ സോൾട്ട് എത്രത്തോളം സോൾട്ട് ആ ഒരു വാട്ടറിൽ ഡിസോൾവ് ആകും എന്നുള്ളതിനെയാണ് അതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ ദ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് സോൾവെന്റ്. അപ്പോൾ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് സോൾവെന്റിലേക്ക് എത്രത്തോളം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ആകും അതിനെയാണ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി എ സൊല്യൂഷൻ കണ്ടെയ്ൻ എ സ്മോൾ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് നോൺ ആസ് ഡയലൂട്ട് സൊല്യൂഷൻ. ഇപ്പൊ നമ്മൾ ഒരു ഷുഗർ സൊല്യൂഷൻ എടുക്കാം, പഞ്ചസാര ലായനി. അതിലേക്ക് നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്ന സമയത്ത് ലിറ്റിൽ ബിറ്റ്, അതായത് കുറച്ച് മാത്രം ഷുഗർ ആണ് ആഡ് ചെയ്യുന്നത് എങ്കിൽ അത് അധികം ഡയല്യൂട്ട്, അതായത് അത്രയും കോൺസെൻട്രേറ്റഡ് ആവില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ ഡയലൂട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു കുറച്ച് മാത്രം സാൾട്ട് അല്ലെങ്കിൽ ഷുഗർ എന്താണോ സൊല്യൂട്ട് ആയിട്ട് എടുക്കുന്നത് അത് കുറച്ച് മാത്രമാണ് ആഡ് ചെയ്യുന്നത് എങ്കിൽ അതിന് കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അതായത് അതിൽ ഇനിയും ആഡ് ചെയ്താൽ മാത്രമേ അതിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അപ്പൊ അതിനെ നമ്മൾ ഡയലൂട്ട് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഡയലൂട്ട് സൊല്യൂഷൻ എന്താണ്? ദ സ്മോൾ എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, ഒരു ലിറ്റിൽ ബിറ്റ് മാത്രമേ നമ്മൾ ഒരു സൊല്യൂട്ട് സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയലൂട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് വിച്ച് കണ്ടെയ്ൻസ് ലാർജ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, കൂടുതലായിട്ടും കുറെ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. കുറച്ച് മാത്രം സോൾവെന്റ് ആണ് സൊല്യൂട്ട് ആണ് സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുന്നത് എങ്കിൽ അത് ഡയലൂട്ട് സൊല്യൂഷൻ ആണ്. ലാർജ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഒരു സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. അപ്പൊ മറക്കരുത് എന്താണ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്നുള്ള കാര്യം. ഇനി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ്. എന്താണ് ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? കേട്ടിട്ടുണ്ടോ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നൊക്കെ. അപ്പൊ അതെന്താന്നുള്ള കാര്യം നോക്കാം. ദ സൊല്യൂഷൻ ഒബ്റ്റെയിൻഡ് ബൈ ഡിസോൾവിങ് maximum amount of solute at a given temperature is known as a saturated solution. അപ്പൊ നമുക്കൊരു സൊല്യൂഷൻ കിട്ടണം. ആ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആഡ് ചെയ്യാണ്. കുറച്ച് കൂടുതൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഒരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ആയിരിക്കണം. ടെമ്പറേച്ചർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മാക്സിമം എമൗണ്ട് ഓഫ് സോൾവെന്റ് നമ്മൾ ആഡ് ചെയ്യുകയാണ് എങ്കിൽ അതിനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അങ്ങനെ കിട്ടുന്ന സൊല്യൂഷനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ?
ഒരു സൊല്യൂഷൻ എപ്പോഴാണോ സാച്ചുറേറ്റഡ് ആവുന്നത് അതിന് മുൻപുള്ള പോയിന്റിനെയാണ് നമ്മൾ ഈ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ദ സൊല്യൂഷൻ ബിഫോർ റീച്ചിങ് ദ സാച്ചുറേഷൻ is known as a unsaturated solution. അപ്പം സാച്ചുറേഷന് മുൻപുള്ളതിനൊക്കെ നമ്മൾ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നാണ് പറയുക. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിൽ അതിൽ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് എന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി സോല്യൂബിലിറ്റി ഓഫ് ദ സൊല്യൂട്ട് ഇൻ ദാറ്റ് സോൾവെന്റ്. എന്താണ് സോല്യൂബിലിറ്റി? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോല്യൂബിലിറ്റി എന്താണെന്നുള്ളത്. ദ എമൗണ്ട് ഓഫ് എ സൊല്യൂട്ട് ഇൻ ഗ്രാംസ് റിക്വയർ ടു കൺവേർട്ട് 100 gram ഓഫ് എ സോൾവെന്റ് into a saturated solution at a given temperature is known as the solubility of the solute in that solvent. അതായത് സോല്യൂബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു 100 gram അല്ലെങ്കിൽ 100 gram സോൾവെന്റ് എടുക്കുകയാണ്. അതിൽ നമ്മൾ എത്രത്തോളം സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സൊല്യൂഷൻ സാച്ചുറേഷനിലേക്ക് എത്തും. അതായത് ഫസ്റ്റ് 100 gram സോൾവെന്റ് എടുക്കുക. ഇപ്പോൾ ഒരു 100 gram നമ്മൾ വാട്ടർ എടുക്കുകയാണ്. അതിലേക്ക് എത്രത്തോളം സാൾട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആവും. ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സോല്യൂബിലിറ്റി എന്ന് പറയുന്നത്. സോല്യൂബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം. 100 gram വാട്ടർ അല്ലെങ്കിൽ സോൾവെന്റ്, എന്ത് സോൾവെന്റ് ആണോ എടുക്കുന്നത് അതൊരു 100 gram എടുക്കുക. അതിലേക്ക് എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സൊല്യൂഷൻ സാച്ചുറേഷനിലെത്തും. അതിനെയാണ് നമ്മൾ സോല്യൂബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സോല്യൂബിലിറ്റി മറക്കരുത്. സോല്യൂബിലിറ്റി ഓഫ് ദ സൊല്യൂട്ട് ഇൻ ദ സോൾവെന്റ് എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് എ സൊല്യൂട്ട് ഇൻ ഗ്രാംസ് റിക്വയർ ടു കൺവേർട്ട് 100 gram ഓഫ് എ സോൾവെന്റ് into a saturated solution at a given temperature is known as the solubility of the solute in that solvent. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഈ 100 gram ഓഫ് സോൾവെന്റ് ഈ പോയിന്റിലേക്കാണ് കേട്ടോ. ഈ ഒരു 100 gram ഓഫ് സോൾവെന്റിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എത്രത്തോളം ആഡ് ചെയ്യുന്നുണ്ടോ ആ ഒരു സൊല്യൂഷൻ സാച്ചുറേഷനിൽ എത്താൻ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇവിടെ ദ സോല്യൂബിലിറ്റി ഓഫ് എ സൊല്യൂട്ട് ഇൻ ദ സോൾവെന്റ് എന്ന് പറയുന്നത്. ഇപ്പം ഓരോ സൊല്യൂഷനും സോല്യൂബിലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഷുഗർ സൊല്യൂഷന്, സാൾട്ട് സൊല്യൂഷൻ്റെ ഒക്കെ സോല്യൂബിലിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പം അത് ഓർത്തിരിക്കണം. ഇനി ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് സോല്യൂബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് പഠിക്കുന്നത്. ദ നേച്ചർ ഓഫ് ദ സൊല്യൂട്ട്, ഫസ്റ്റ് വൺ നേച്ചർ ഓഫ് ദ സൊല്യൂട്ട്. പിന്നെ ടെമ്പറേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പറേച്ചർ ഓഫ് ദ സൊല്യൂട്ട് എന്ന് പറയുന്നത് ഈ ഒരു സോല്യൂബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ നേച്ചർ ഓഫ് ദ സൊല്യൂട്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പൊ സാൾട്ട് സൊല്യൂഷനും ഷുഗർ സൊല്യൂഷന്റെ നേച്ചർ ഡിഫറെൻ്റ് ആണ്. സാൾട്ടിന്റെയും ഷുഗറിന്റെയും നേച്ചർ ഡിഫറെൻ്റ് ആണ്. ആ ഒരു പദാർത്ഥത്തിന്റെ അതിന്റെ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്യും. സൊല്യൂട്ടിന്റെ നാച്ചുറിനെ ബേസ് ചെയ്യുന്നതാണ് എന്ത് സോല്യൂബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സോല്യൂബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നേച്ചർ ഓഫ് ദ സൊല്യൂട്ടും ടെമ്പറേച്ചറും. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പം ഇത്രയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പ്രിപ്പയർ ചെയ്തത്. അപ്പം എല്ലാവരും തന്നെ ഈ ഒരു കാര്യം നന്നായിട്ട് പഠിക്കണം. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നിങ്ങൾ ഇനിയിപ്പോൾ എത്ര വലിയ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, സോല്യൂബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് അവിടെയൊക്കെ തന്നെ പഠിക്കാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടുണ്ട്. അപ്പം ബേസ് ആയിട്ട് ഇത്രയും അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചില പോർഷൻസിലൊക്കെ ചില ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ തയ്യാറാണ്. എപ്പം ഏത് സമയത്തും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഭയങ്കര ടെൻഷനോ പേടിയോ അതിൻ്റെ ഒന്നും ആവശ്യമല്ല. എപ്പോൾ വേണമെങ്കിലും ടീച്ചേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇൻഡിവിജ്വൽ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫ്രീ ഡെമോ ക്ലാസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം ജോയിൻ ചെയ്യാൻ അവിടെ ആഗ്രഹിക്കുന്നവരുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ. താങ്ക്